welcome to Manera's box. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു വീറ്റ് പാൻകേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഇപ്പോൾ 1 കപ്പ് വീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് ഒരു മുട്ട നമുക്ക് മിക്സിയിലിട്ടാം. 1 കപ്പ് മോരൊഴിക്കുക. മോരോ തൈരായിരുന്നാലും കുഴപ്പമില്ല, ലൂസായിട്ടുള്ളത് മോരോ തൈര് ഒഴിക്കുക. നിങ്ങൾക്ക് മുട്ട എടുക്കാം. ഇഷ്ടമില്ലാത്തവർ ഇതിന് മുട്ടയ്ക്ക് പകരം പഴം ഇടാവുന്നതാണ്. 1-2 പഴം ഇടാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇടുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിങ്ങൾ ഗീയോ ബട്ടറോ ഒഴിക്കാം. പഴം എടുക്കുകയാണെങ്കിൽ നല്ല പഴുത്ത പഴം 2, സാധാരണ ചെറിയ പഴമാണെങ്കിൽ 2 പഴം എടുത്താൽ മതി. നമ്മുടെ റോബസ്റ്റ പഴമാണെങ്കിൽ 1 എടുത്താൽ മതിയാകും. ഒരു ശകലം വാനില എസൻസ് ഒഴിക്കണുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ അല്പം ഏലക്കപ്പൊടി ഇട്ടാൽ മതിയാകും. ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമുക്ക് മിക്സ് ചെയ്ത് മാവിലേക്ക് ഇത് ഒഴിക്കാം. മാവിൽ നമുക്ക് ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് കൂടെ ഒന്ന് ഒഴിക്കാം. അതൊക്കെ മിക്സ് ചെയ്താൽ മതിയാകും. നിങ്ങൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്യണ്ട. മാവ് അതുപോലെ മിക്സിയിലിട്ട് ഒരിക്കലും അടിച്ചെടുക്കരുത്. കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ കുറച്ച് തിക്കായി. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കാം. ഞാൻ എത്ര വെള്ളം ഒഴിക്കണമെന്ന് പറയാം. ഞാൻ ഇപ്പോൾ മാവ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നല്ല ലൂസല്ല. ഇത് ഇഡ്ഡലി മാവിൻ്റെ ബാറ്ററിൻ്റെ തിക്നെസ്സാണ്. കുറച്ച് തിക്കായിട്ടേ ഇരിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാം. പക്ഷേ 5 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്കിപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ എടുത്ത് ഒഴിക്കാം. നമുക്കിത് ചെറുതായിട്ടാണ് വയ്ക്കുന്നത്. നല്ല പരത്തണ്ട, മതിയാകും. നല്ലോണം ഇത് ചെയ്യണ്ട, അങ്ങനെ ഇരിക്കട്ടെ. ഇത് ചെറിയ ഇത് ബബിൾസ് വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടാം. ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ട്. നമുക്ക് കംപ്ലീറ്റ് വരുന്നവരെ ഇരിക്കേണ്ട, എളുപ്പത്തിൽ തന്നെ ആകും. തിരിച്ചിടാം. ഇത് എളുപ്പം തിരിച്ച് ഇട്ടെടുക്കാൻ പറ്റും. കളർ മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി എടുത്ത് മാറ്റാം. നമ്മുടെ ടേസ്റ്റിയായ പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ജാമോ ഹണിയോ ന്യൂട്ടെല്ലയോ എന്ത് വേണമെങ്കിലും വെച്ച് കഴിക്കാം. ചുമ്മായും കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റാണ്. നല്ല സോഫ്റ്റും ആണത്. നല്ല വാനില എസൻസ് ഒക്കെ ഒഴിച്ചുകൊണ്ട് നല്ല മണവുമാണ്. ഇപ്പം നിങ്ങൾ ഇത് ബട്ടർ മിൽക്ക് ഇല്ലെങ്കിൽ തൈരോ മോരോ, ഇല്ലെങ്കിൽ മോരാണ് യൂസ് ചെയ്യണത്. മോരില്ലെങ്കിൽ പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മുട്ടയ്ക്ക് പകരം നിങ്ങൾ പഴം യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇത് ടേസ്റ്റ് സ്വാദ് നന്നായിരിക്കും. ഇത് എളുപ്പത്തിൽ തന്നെ ഒരു 5 മിനിറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. താങ്ക് യു.